Hello students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇന്റർഫേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഇന്റർഫേസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചു, റൈറ്റ്? സോ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാനൊരു എന്ന് പറഞ്ഞ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം. ഇന്റർഫേസ് കീവേഡ് യൂസ് ചെയ്യണം, ഓക്കെ? എന്നിട്ട് ഫോളോഡ് ബൈ ദ നെയിം ഓഫ് ദി ഇന്റർഫേസ്. അതിൻ്റെ അകത്ത് ഞാനൊരു മെത്തേഡ് ഡിക്ലെയർ ചെയ്യാണ്. hello എന്ന് പറഞ്ഞ മെത്തേഡ് ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. ഇറ്റ് റിട്ടേൺസ് ഓക്കെ. ഇങ്ങനൊരു മെത്തേഡ് say hello എന്ന് പറഞ്ഞ മെത്തേഡ്. ഇന്റർഫേസിന്റെ പേര് ഇന്റർഫേസ് എ. ഇനി ഈ ഇന്റർഫേസ് എ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാണ്, ഓക്കെ? സോ ക്ലാസ് എ IMPL അങ്ങനെയാണ് ഞാൻ പേര് കൊടുക്കുന്നത്. ഇംപ്ലിമെന്റ്സ് എ, ഓക്കെ? ഇനി AIMPL എന്ന് പറഞ്ഞ ക്ലാസിന്റെ അകത്ത് ഞാൻ ഈ ഇന്റർഫേസിന്റെ അകത്ത് എ എന്ന് പറഞ്ഞ ഇന്റർഫേസിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എല്ലാ മെത്തേഡ്സും ഞാൻ AIMPL എന്ന് പറഞ്ഞ ക്ലാസിന്റെ അകത്ത് എല്ലാ മെത്തേഡ്സിനും എന്ത് ചെയ്യണം? ഡെഫിനേഷൻ കൊടുക്കണം. ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ കോഡ് കൊടുക്കണം. സോ എനിക്കിപ്പോൾ ഒരു മെത്തേഡ് മാത്രമല്ലേ ഉള്ളൂ. സോ ഞാൻ ആ സേ ഹലോ എന്ന് പറഞ്ഞ മെത്തേഡിന് ഞാൻ കോഡ് കൊടുക്കുവാണ്. ഞാനിവിടെ കൊടുക്കുന്ന കോഡ് റിട്ടേൺ ഹലോ വേൾഡ്. ഇതാണ് ഞാൻ റിട്ടേൺ ചെയ്യുന്നത്, ഓക്കെ? ഇനി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് maybe I have a class called use AIMPL program, okay? അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് which will have the main method public static void main with array of strings as argument. ഓക്കെ, ഇതിന്റെ അകത്ത് ഞാൻ ഈ AIMPL എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. obj equal to new AIMPL obj dot say hello വിളിക്കുകയാണ്. so it will return hello world, right? ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് കൺസെപ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഓക്കെ, ലെറ്റ് മീ കം ടു ദാറ്റ് കൺസെപ്റ്റ്. ആക്സസിങ് ഇംപ്ലിമെന്റേഷൻസ് ത്രൂ ഇന്റർഫേസ് റെഫറൻസസ്. നമ്മളിവിടെ ഉണ്ടാക്കിയ ഇംപ്ലിമെന്റേഷൻ ക്ലാസ് ഉണ്ടല്ലോ, AIMPL എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു, ഓക്കെ? AIMPL obj equal to no AIMPL എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് കണ്ടല്ലോ, ഓക്കെ? ഇത് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, അല്ലെ, ഈ ഒരു റെഫറൻസ് വേരിയബിൾ എന്ന് പറയാം. ഈ റെഫറൻസ് വേരിയബിൾ എന്നാണ് ഇതിന് പറയാം. ഈ റെഫറൻസ് വേരിയബിൾ നമുക്ക് ഇതിന്റെ ടൈപ്പ് ഇപ്പൊ ഇവിടെ എന്താ ഇതിന്റെ ടൈപ്പ്? ഇതാണ് ഇതിന്റെ ടൈപ്പ്. AIMPL ആണ് ടൈപ്പ്. ഇതിന്റെ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് എന്താക്കി മാറ്റാം? A എന്ന ടൈപ്പ് ആക്കി മാറ്റാം. അതായത് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു സൂപ്പർ ക്ലാസ്, സബ് ക്ലാസ് എന്ന് പറഞ്ഞ ഇൻഹെറിറ്റൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു സബ് ക്ലാസ് ഒബ്ജക്ട്സിന്റെ റെഫറൻസസ് നമുക്ക് സൂപ്പർ ക്ലാസ് വേരിയബിളിലോട്ട്, സൂപ്പർ ക്ലാസിന്റെ ടൈപ്പ് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു. സോ റെഫറൻസ് വേരിയബിളിന്റെ ടൈപ്പ് സൂപ്പർ ക്ലാസ് ടൈപ്പ് ആയാലും നമുക്ക് സബ് ക്ലാസിന്റെ ഒബ്ജക്ട്സ് അതിലേക്ക് സ്റ്റോർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഏത് ഒബ്ജക്റ്റിലോട്ടാണോ പോയിന്റ് ചെയ്യുന്നത്, ഏത് ഒബ്ജക്റ്റിലേക്കാണോ അത് പോയിന്റ് ചെയ്യുന്നത് അതിന്റെ മെത്തേഡാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഹോപ്പ് യു റിമെമ്പർ. ഇല്ലെങ്കിൽ ഒന്നും കൂടി ആ ക്ലാസ്സസ് ഒക്കെ ഒന്ന് റെക്കോർഡ് ലെക്ചേഴ്സ് ഒന്ന് കണ്ടു നോക്കൂ. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ഷൻ തന്നെയാണ്, ഓക്കെ? നമ്മൾ കാര്യങ്ങളൊന്നും കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാതെ ജസ്റ്റ് അതിന്റെ പേര് മാത്രം, ഇന്റർഫേസിന്റെ പേര് മാത്രം, മെത്തേഡ്സിന്റെ പേര് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ സർവീസസിന്റെ പേര് മാത്രം കൊടുക്കുന്നതാണ്
ആക്ച്വലി അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സർവീസ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നു എന്ന് മാത്രം പറയും, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കില്ല. അതാണ് അബ്സ്ട്രാക്ഷൻ, റൈറ്റ്? സോ അതേപോലെ തന്നെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുമ്പം നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഇന്റർഫേസിലും വരുന്നത്. നമുക്ക് ഇന്റർഫേസ് ടൈപ്പ് റെഫറൻസിലോട്ട് ഒബ്ജക്റ്റിന്റെ റെഫറൻസ് സ്റ്റോർ ചെയ്യാം. റെഫറൻസ് വേരിയബിൾ ഇന്റർഫേസ് ടൈപ്പ് ആണ് ഇവിടെ, റൈറ്റ്? എ എന്ന് പറയുന്ന റെഫറൻസ് ടൈപ്പ് എന്ന് പറയുന്ന ഇന്റർഫേസിന്റെ ടൈപ്പ് ആണ്. റെഫറൻസ് വേരിയബിൾ OBJ എന്ന് പറഞ്ഞ റെഫറൻസ് വേരിയബിൾ. പക്ഷെ അത് സ്റ്റോർ ചെയ്യുന്നത് ഒരു ക്ലാസ് ഇംപ്ലിമെന്റേഷൻ ക്ലാസിന്റെ ഒബ്ജക്റ്റിലോട്ടാണ് അത് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ഇപ്പൊ ഞാൻ ലെറ്റ് മീ കണ്ടിന്യൂ. സോ യു ക്യാൻ ഡിക്ലെയർ വേരിയബിൾസ് ആസ് ഒബ്ജക്ട് റെഫറൻസസ് that use an interface rather than a class type. അതാണ് നമ്മളിപ്പം ചെയ്തത്. ഇന്റർഫേസ് ടൈപ്പ് ഒബ്ജക്ട് റെഫറൻസ് ഉണ്ടാക്കിയല്ലേ, എ എന്ന് പറയുന്നത് ഇന്റർഫേസ് ടൈപ്പ്. When you call a method through one of these references, the correct version will be called based on the actual instance of the interface being referred to. So നമ്മളിപ്പം ഇത് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നത് നമുക്ക് ഒന്നിലധികം ഇംപ്ലിമെന്റേഷൻസ് ഉണ്ടാവുമ്പോഴാണ്. അതായത് ഏത് മെത്തേഡാണ് വിളിക്കപ്പെടുക അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിന്റെ മെത്തേഡാണ് വിളിക്കപ്പെടുക എന്ന് തീരുമാനിക്കുന്നത് അത് ഏത് ഒബ്ജക്റ്റിലോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. ഇനി ഏത് ഒബ്ജക്റ്റിലോട്ടാണോ അത് പോയിന്റ് ചെയ്യുന്നത് തീരുമാനിക്കപ്പെടുന്നത് റൺ ടൈം ആണ്. ഡൈനാമിക്കലി ആണ് അത്. ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണത്. ഏത് ഒബ്ജക്റ്റിലോട്ടാണ് ഒരു റെഫറൻസ് വേരിയബിൾ പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അത് റൺ ടൈമിലാണ്. നമ്മൾ നേരത്തെ ഈ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൺ ടൈം പോളിമോർഫിസം നമ്മൾ പറഞ്ഞിരുന്നു. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇവിടെ ഞാൻ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് മോർ. ഇന്റർഫേസ് വരുമ്പോൾ അതെങ്ങനെ വരുന്നു. ഇപ്പൊ ഞാനിവിടെ AIMPL എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തല്ലോ, അതേപോലെ തന്നെ ലെറ്റ് മീ സേ ഐ ക്രിയേറ്റ് അനദർ ക്ലാസ് a new IMPL. ഓക്കെ, വേറൊരു ക്ലാസ് ആണ്. ഓക്കെ, പക്ഷെ അതും എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഓൾസോ ഇംപ്ലിമെന്റ്സ് എ എന്ന് പറയുന്ന അതേ ഇന്റർഫേസ് ഇതും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ അകത്തും നമ്മൾ അന്നേരം എന്ത് ചെയ്യണം, ആ സേ ഹലോ എന്ന് പറയുന്ന മെത്തേഡിന് കോഡ് കൊടുക്കണമല്ലോ, ഇംപ്ലിമെന്റേഷൻ കൊടുക്കണം. സോ ഞാനിവിടെ സേ ഹലോ എന്ന മെത്തേഡിൽ ഞാൻ അതിന്റെ റിട്ടേൺ കൊടുക്കുന്നത് ഹായ് ഹൗ ആർ യു എന്നാണ് ഞാൻ അതിന്റെ ഇംപ്ലിമെന്റേഷനില് കോഡ് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞു നമ്മൾ വേറൊരു ഇംപ്ലിമെന്റേഷൻ കൊടുത്തു. ആ ഒരു ഇന്റർഫേസിന് വേറൊരു എ എന്ന് പറയുന്ന ഇന്റർഫേസിന് വേറൊരു ഇംപ്ലിമെന്റേഷൻ ക്ലാസ് നമ്മൾ കൊടുത്തു. അതായത് A new IMPL എന്ന് പറയുന്ന ക്ലാസ്. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് ഒബ്ജക്ട്സും യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസ് എ പ്രോഗ്രാം, യൂസ് എ PGM. അതിൻ്റെ അകത്ത് ഞാൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, ഞാനത് ഷോർട്ട് ഫോം കൊടുക്കുകയാണ്, വിത്ത് സ്ട്രിംഗ് എറേ ആസ് ആർഗ്യുമെന്റ്സ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഐ ഗിവ് obj1 equal to new IMPL. Okay, next I give obj2 equal to new IMPL. Okay, ഇനി ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ I am giving a call obj1 dot say hello. Okay, and then I call obj2 dot say hello. obj1 dot say hello വിളിക്കുമ്പം ഏത് മെത്തേഡാണ് വിളിക്കപ്പെടുക അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിലോട്ടാണ് അത് പോയിന്റ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കണം. ഏത് ഒബ്ജക്റ്റിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? AIMPL-ലോട്ടാണ്. AIMPL ടൈപ്പ് ഒബ്ജക്റ്റിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. സോ obj1 പോയിന്റ് ചെയ്യുന്നത് AIMPL ക്ലാസിന്റെ ഒബ്ജക്റ്റിലോട്ടാണ്. അങ്ങനെയാകുമ്പം സേ ഹലോ ഏത് സേ ഹലോ ആ വിളിക്കുക? ഈ സേ ഹലോ ആണോ വിളിക്കുക
അതോ ഈ സേ ഹലോ ആണ് വിളിക്കുക? ഏതാ വിളിക്കുക? ഇതാണ് വിളിക്കുക അല്ലെ. ദിസ് സേ ഹലോ വിൽ ഗെറ്റ് കോൾഡ് ബിക്കോസ് അത് പോയിന്റ് ചെയ്യുന്ന ഒബ്ജക്ട് ഏത് ടൈപ്പ് ആണ്? AIMPL ടൈപ്പ് ആണ്. റൈറ്റ്? can see it is pointing to AIMPL type. So അതിലോട്ടാണ് അതിന്റെ സേ ഹലോ മെത്തേഡാണ് വിളിക്കുക. ഇതോ obj2.sayHello വിളിക്കുമ്പം അത് ഏത് സേ ഹലോ ആണ് വിളിക്കുക? അത് ഇവിടെ അത് പോയിന്റ് ചെയ്യുന്ന എവിടത്തേക്കാണെന്ന് നോക്കൂ. അത് പോയിന്റ് ചെയ്യുന്നത് ANewIMPL എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റിലോട്ടാണ്. റൈറ്റ്? അന്നേരം ഏതിനെ വിളിക്കുക? ഈ സേ ഹലോ വിളിക്കുക. സോ ആദ്യത്തെ സേ ഹലോ മെത്തേഡ് വിൽ റിട്ടേൺ ഹലോ വേൾഡ്. രണ്ടാമത്തെ സേ ഹലോ മെത്തേഡ് വിൽ റിട്ടേൺ ഹായ് ഹൗ ആർ യു. സോ അതാണ് അവിടെ പ്രിന്റ് ചെയ്തിട്ട് വരിക. പ്രിന്റ് ചെയ്ത് വരില്ല. ഐ ഹാവ് ടു സ്റ്റോർ ഇറ്റ് ഇൻ ഇൻസ്റ്റൻസ് വേരിയബിൾ, സ്ട്രിംഗ് വേരിയബിൾ, സ്ട്രിംഗ് S1 എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ സ്റ്റോർ ചെയ്യണം. അതേപോലെ തന്നെ ഇത് സ്ട്രിംഗ് S2 എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഞാൻ system.out.println S1 പ്രിന്റ് ചെയ്താൽ അത് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. ഇനി SOP system.out.println S2 കൊടുത്താൽ ഹായ് ഹൗ ആർ യു പ്രിന്റ് ചെയ്യും. ഓക്കെ, ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാം. അങ്ങനെ ക്ലാസ് അല്ല, മെത്തേഡ്, മെയിൻ മെത്തേഡ് ഇവിടെ ക്ലോസ് ചെയ്യാം, ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ യു ക്യാൻ സി നേരത്തെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഞാൻ ഐ തിങ്ക് ഐ ഹാവ് ഡൺ എ പ്രോഗ്രാം ഓൾസോ. ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് ഒരു ഫാമിലോട്ട് ആഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിരുന്നു. അതേ രീതിയിൽ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും തോന്നുന്നു. പക്ഷെ എല്ലാ ആനിമൽസും ഒരേ സമയത്ത് സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സൗണ്ട് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കുമ്പം എല്ലാ ആനിമൽസിന്റെ മുകളിൽ വിളിക്കുമ്പം ഓരോ ആനിമലും അതിൻ്റെതായ സൗണ്ട്, അതിന്റെ സൗണ്ട് മെത്തേഡാണ് വിളിക്കുക ഓരോ ആനിമലിന്റെ ഒബ്ജക്റ്റ് വഴിയും. സോ ദ റെഫറൻസ് ടൈപ്പ് വാസ് ദ സെയിം, പക്ഷെ അത് പോയിന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് വാസ് ഡിഫറെന്റ്. അത് നമ്മൾ അന്നേരം അതൊന്നും കൂടി കണ്ടു നോക്കൂ അബ്സ്ട്രാക്ട് ക്ലാസ്. സോ ആ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് accessing implementations through interface reference. So this is one of the key features of interfaces. The method to be executed is looked up dynamically at runtime. ഏത് മെത്തേഡ് ആണ് വിളിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് റൺടൈം ആണ്. ഡൈനാമിക് ആയിട്ട് റൺടൈം ആണ് തീരുമാനിക്കുക. Allowing classes to be created later than the code which calls method on them. Okay, so the calling code can dispatch to an interface without having to know anything about the calling. ആരെയാണ് വിളിക്കുന്നതെന്നും അറിയേണ്ട ആവശ്യമില്ല. Okay, the following example calls a callback method by an interface reference variable. So നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. കോൾബാക്ക് എന്ന് പറയുന്നത് ഇന്റർഫേസ് ടൈപ്പ് ആണ്, ക്ലയന്റ് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. റൈറ്റ് യു റിമെമ്പർ, ഇവിടെ നമ്മൾ ചെയ്തതാണ്. ക്ലയന്റ് എന്ന് പറയുന്നത് ക്ലാസ് വിച്ച് ഇംപ്ലിമെന്റ്സ് കോൾബാക്ക്. ഇന്റർഫേസ് ആണ് കോൾബാക്ക്. ഇതാണ് ഇന്റർഫേസ്. ദിസ് ഇസ് ഇന്റർഫേസ്. റൈറ്റ്, അന്നേരം അതിന്റെ ക്ലയന്റ് എന്ന് പറഞ്ഞ ക്ലാസ് വിച്ച് ഇംപ്ലിമെന്റ്സ് കോൾബാക്ക് ഹിയർ. ഓക്കെ, സോ അത് വെച്ച് C.callback, സിന്റെ ടൈപ്പ് കോൾബാക്ക് എന്ന് പറയുന്ന ടൈപ്പാണ്, അതായത് ഇന്റർഫേസ് ടൈപ്പാണ്. പക്ഷെ അത് പോയിന്റ് ചെയ്യുന്നത് എവിടത്തേക്കാണ്? പോയിന്റ് ചെയ്യുന്നത് ക്ലയന്റ് ക്ലാസ്സിലോട്ടാണ്. ക്ലയന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിലോട്ടാണ്. ഐ മീൻ ക്ലയന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലോട്ടാണ്. ക്ലയന്റ് ക്ലാസ്സിലല്ല, ക്ലയന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലോട്ട്. ഓക്കെ, ഓക്കെ, സോ ഇവിടെ അതിന്റെ എക്സാമ്പിൾ ഒക്കെ കാണിച്ചിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദിസ് എക്സാമ്പിൾ. വേറൊരു ക്ലയന്റ് ക്ലാസ് കൂടി ഉണ്ടാക്കുകയാണ് വിച്ച് ഞാൻ നേരത്തെ AIMPലും ANewIMPലും ക്രിയേറ്റ് ചെയ്ത അതേപോലെ തന്നെ ഇവിടെ രണ്ട് ക്ലയന്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ് വിച്ച് ബോത്ത് ഓഫ് ദം ഇംപ്ലിമെന്റ്സ് കോൾബാക്ക്. എനദർ ക്ലയന്റ് എന്ന് പറയുന്ന ക്ലാസും ഇംപ്ലിമെന്റ്സ് കോൾബാക്ക്. നേരത്തെ ക്ലയന്റ് ക്ലാസും ഇംപ്ലിമെന്റ്സ് കോൾബാക്ക്. ഓക്കെ, സോ ഈ എനദർ ക്ലയന്റ് എന്ന് പറയുന്ന ക്ലാസ് അതിന്റെ കോൾബാക്കിൽ മെത്തേഡിൽ പേരൊന്നാണെങ്കിലും അത് ചെയ്യുന്നതിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. അതായത് എനദർ വേർഷൻ ഓഫ് കോൾബാക്ക് എന്ന് പ്രിന്റ് ചെയ്യുന്നു, പിന്നെ ആർഗ്യുമെന്റ് സെൻഡ് ചെയ്ത് ആർഗ്യുമെന്റ് ആയിട്ട് സെൻഡ് ചെയ്ത് ആ ഇന്റിജറിന്റെ സ്ക്വയർ ചെയ്യുന്നു. നേരത്തെ ക്ലയന്റ് ക്ലാസ്സിൽ അതൊന്നുമില്ല. നേരത്തെ ക്ലയന്റ് ക്ലാസ്സിൽ ഇറ്റ് ജസ്റ്റ് സേസ് കോൾബാക്ക് കോൾഡ് വിത്ത്
p, അതായത് ആ ഇന്റിജറിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ആ ഇന്റിജറിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യല്ല ചെയ്യുന്നത്, ഇവിടെ അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതാണ് പ്രിന്റ് ചെയ്യപ്പെടുന്നത്. രണ്ടിന്റെയും പേര്, മെത്തേഡിന്റെ പേര് കോൾ ബാക്ക് എന്നാണെങ്കിലും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ സോ അങ്ങനെ. സോ ഇവിടെ ഞാൻ കോൾ ബാക്ക് c ഈക്വൽ ടു ന്യൂ ക്ലയന്റും ഓക്കെ ആൻഡ് അനദർ ക്ലയന്റിന്റെ ഒബ്ജക്റ്റും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. സി ഡോട്ട് കോൾ ബാക്ക് വിളിക്കുമ്പം ആദ്യത്തെ ഏത് വേർഷനാണ്, ഏത് കോൾ ബാക്ക് മെത്തേഡാ വിളിക്കുക? ക്ലയന്റ് ക്ലാസിന്റെ കോൾ ബാക്ക് മെത്തേഡ്, അതായത് ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇന്റിജർ വാല്യൂ പ്രിന്റ് ചെയ്യുന്നത്. ഇനി ആ സിയിൽ തന്നെ സെയിം ഇന്റർഫേസ് റെഫറൻസിലോട്ട്, ഇന്റർഫേസ് ടൈപ്പ് റെഫറൻസിലോട്ട് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം? ഈ OB-നെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതിനൊരു കുഴപ്പമില്ല. OB-ന്റെ പക്ഷെ OB എന്ന് പറയുന്നത് എവിടത്തേക്കാ പോയിന്റ് ചെയ്യുന്നത്? അനദർ ക്ലയന്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റിലോട്ടാണ്, അനദർ ക്ലയന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പോൾ c ഡോട്ട് കോൾ ബാക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് എവിടെ, ഏത് കോൾ ബാക്കാ വിളിക്കുക? രണ്ടാമത്തെ കോൾ ബാക്ക്, അതായത് അനദർ ക്ലയന്റിന്റെ കോൾ ബാക്ക് വിച്ച് സ്ക്വയർസ് ഈ കോൾ ബാക്ക് ആണ് വിളിക്കുക. ഓക്കെ, ബിക്കോസ് ഇപ്പം പോയിന്റ് ചെയ്യുന്നത് എവിടെയാണ്? സി ഈസ് പോയിന്റിംഗ് ടു വെയർ? സിയിലേക്ക് ഇപ്പൊ എന്തിട്ടു? OB-നെ ഇട്ടു. OB എന്ന് പറഞ്ഞാൽ എന്താണ്? OB എന്ന് പറഞ്ഞാൽ അനദർ ക്ലയന്റിന്റെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ സോ ആസ് യു ക്യാൻ സീ, ദ വേർഷൻ ഓഫ് കോൾ ബാക്ക് ദാറ്റ് ഇസ് കോൾഡ് is determined by the type of the object that C refers to at runtime. C ഏതിലോട്ടാണ് റെഫർ ചെയ്യുന്നത്? റൺടൈം C ഏതിലോട്ടാണ് റെഫർ ചെയ്യുന്നത്? ആ റെഫർ ചെയ്യപ്പെടുന്ന ക്ലാസിന്റെ മെത്തേഡാണ് വിളിക്കുക. ഓക്കെ, ഇനി ചില സമയത്ത് നമ്മൾ ഒരു ക്ലാസ്, ഒരു ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്താലും അത് ആ ക്ലാസിന്റെ എല്ലാ മെത്തേഡ്സും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഇന്റർഫേസിന്റെ എല്ലാ മെത്തേഡ്സും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്ത് ഇപ്പൊ 3 മെത്തേഡ്സ് ഉണ്ടെന്ന് വെച്ചു ഒരു ഇന്റർഫേസിൽ. സോ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ക്ലാസ്സിൽ ആ 3 മെത്തേഡ്സും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അഥവാ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഏതോ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തു ബാക്കിയൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ് ഉണ്ടല്ലോ, ഉണ്ടാക്കിയ ക്ലാസ്, അത് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം. സോ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ കോൾ ബാക്ക് എന്ന് പറയുന്ന ആ ഇന്റർഫേസിന്റെ അകത്ത് നമുക്കറിയാം കോൾ ബാക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ, റൈറ്റ്? ആ മെത്തേഡ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കാണുന്നില്ലല്ലോ. അതായത് കോൾ ബാക്ക് എന്ന് പറയുന്ന ഇന്റർഫേസിനകത്തുള്ള ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, ഈ ക്ലാസ്സിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ്സ് കോൾ ബാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ മെത്തേഡിന്റെ ഡെഫിനിഷൻ കോഡ് ഇവിടെ കാണുന്നില്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് യു ഹാവ് ടു ഗിവ് ദിസ് ക്ലാസ് ആസ് അബ്സ്ട്രാക്ട്. അതുകൊണ്ടാണ് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് കൊടുക്കുന്നത്. സോ ദ ക്ലാസ് ഇൻകംപ്ലീറ്റ് ഡസ് നോട്ട് ഇംപ്ലിമെന്റ് കോൾ ബാക്ക് ആൻഡ് മസ്റ്റ് ബി ഡിക്ലെയർഡ് ആസ് അബ്സ്ട്രാക്ട്. എനി ക്ലാസ് ദാറ്റ് ഇൻഹെറിറ്റ്സ് ഇൻകംപ്ലീറ്റ്. വേറെ ഏതെങ്കിലും ക്ലാസ് ഈ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ ക്ലാസ് എന്ത് ചെയ്തിരിക്കണം? ആ കോൾ ബാക്ക് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അഥവാ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ക്ലാസ്സും എന്തായിട്ട് ഡിക്ലെയർ ചെയ്യണം? അബ്സ്ട്രാക്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അതായത് ഈ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒരു സബ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. ആ സബ് ക്ലാസ് ഒന്നുകിൽ ഈ കോൾ ബാക്ക് മെത്തേഡ്, കോൾ ബാക്ക് എന്ന് പറയുന്ന ഇന്റർഫേസിന്റെ അകത്തുള്ള കോൾ ബാക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അഥവാ ചെയ്യുന്നില്ലെങ്കിൽ ആ ക്ലാസും എന്തായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടണം? അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടണം. ഓക്കെ, സോ അത്രത്തോളം നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഐ തിങ്ക് വിൽ സ്റ്റോപ്പ് ദി ഡിസ്കഷൻ ഓഫ് ഇന്റർഫേസസ് ഓവർ ഹിയർ. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു തന്നു കഴിഞ്ഞു ഇന്റർഫേസിനെ കുറിച്ച്. ഓക്കെ, സോ വിൽ സ്റ്റോപ്പ് ഹിയർ. ഇന്റർഫേസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാം. ഇന്റർഫേസസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ്. ഒരു ഇന്റർഫേസ് വേറൊരു ഇന്റർഫേസിനെ ഇൻഹെറിറ്റ് ചെയ്യാം. An interface can inherit another by use of the keywords extend. നമ്മൾ ക്ലാസ്സിൽ
ഒരു ക്ലാസിന്റെ സബ് ക്ലാസ് ഉണ്ടാക്കിയ പോലെ തന്നെ ഇവിടെ ഒരു ഇന്റർഫേസിന്റെ സബ് ഇന്റർഫേസ് ഉണ്ടാക്കാം. ഓക്കെ, സോ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്റർഫേസ് എ, അതിൻ്റെ അകത്ത് മെത്ത് 1 മെത്ത് 2 എന്ന് പറഞ്ഞ 2 മെത്തേഡ്സ് ഉണ്ട്. ഇന്റർഫേസ് ബി ഈസ് എക്സ്റ്റെൻഡിങ് എ. ഓക്കെ, സോ ബി ഈസ് എ സബ് ഇന്റർഫേസ് ഓഫ് എ എന്ന് പറയാം. ആൻഡ് അത് ബിന്റെ അകത്ത് മെത്ത് 3 ഉണ്ട്. ഇനി ഏതെങ്കിലും ഒരു ക്ലാസ്, മൈ ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ് ഈ ബി എന്ന് പറയുന്ന ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം എന്ത് ചെയ്തിരിക്കണം, ഈ ബിന്റെ അകത്തുള്ള മെത്തേഡ് മാത്രം അത് ഇംപ്ലിമെന്റ് ചെയ്താൽ പോരാ, എന്ത് ചെയ്യണം, അതിന്റെ സൂപ്പർ ഇന്റർഫേസ് ആയ എന്റെ മെത്തേഡ്സും കൂടി ഈ മൈ ക്ലാസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അതായത് മെത്ത് 3 മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ പോരാ, മെത്ത് 1ഉം മെത്ത് 2ഉം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അല്ലെങ്കിൽ കമ്പൈലേഷൻ ടൈം എറർ വരും. സോ എനി ക്ലാസ് ദാറ്റ് ഇംപ്ലിമെന്റ്സ് ആൻ ഇന്റർഫേസ്, any class that implements an interface must implement all methods defined by that interface, including any that are inherited from other interfaces also. അത് വേറെ ഏതെങ്കിലും ഇന്റർഫേസ് വഴി വല്ലതും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയ മെത്തേഡ്സ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതും കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് ഇവിടെ സംഭവിച്ചത്, അല്ലെ? റൈറ്റ്, മൈ ക്ലാസ് ഇസ് ഇംപ്ലിമെന്റിംഗ് ബി. പക്ഷെ ബി എന്ന് പറയുന്ന ഇന്റർഫേസിന് എ എന്ന് പറയുന്ന ഇന്റർഫേസ് വഴി കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ബി ഈസ് എ സബ് ഇന്റർഫേസ് ഓഫ് എ. എന്തൊക്കെ കിട്ടിയിട്ടുള്ളത്? മെത്ത് 1ഉം മെത്ത് 2ഉം എ എന്നാണ് കിട്ടിയിട്ടുള്ളത്. റൈറ്റ്, സോ ബിന്റെത് മെത്ത് 3 മാത്രമാണ്. എ എന്ന് പറയുന്ന ഇന്റർഫേസ് വഴി മെത്ത് 1ഉം മെത്ത് 2ഉം കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ബി എക്സ്റ്റെൻസ് എ, അല്ലെ? സോ അഥവാ നമ്മൾ മൈ ക്ലാസ് പോലത്തെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ വിച്ച് ഇംപ്ലിമെന്റ്സ് ദാറ്റ് സബ് ഇന്റർഫേസ് കോൾ ബി, എന്ത് ചെയ്തിരിക്കണം, ബിന്റെ അകത്തുള്ള മെത്തേഡ് മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ പോരാ, ബി ഇൻഹെറിറ്റ് ചെയ്യുന്ന അതിന്റെ സൂപ്പർ ഇന്റർഫേസ് വഴി വല്ലതും ഇൻഹെറിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ മെത്തേഡ്സും കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് ഇവിടെ മെത്ത് 1ഉം മെത്ത് 2ഉം കൂടി ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുന്നത്. Okay, so that's about interfaces, and we'll stop here. Okay, thank you.